1999 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ഉദ്ഘാടനം ചെയ്തതാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട്. ആ ഉദ്ഘാടനത്തിന് ശേഷം അവിടെ ആദ്യം പറന്നിറങ്ങിയ വിമാനം ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു. ആ വിമാനം പറന്നിറങ്ങിയപ്പോൾ ആദ്യമായി ആ വിമാനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയത് ഇരിങ്ങാലക്കുടക്കാരനായി ജനിച്ച് വളർന്ന് പിന്നീട് ആലുവാക്കാരനായി മാറിയ PK അബ്ദുർ റഊഫ് എന്ന് പറയുന്ന ഒരു പ്രവാസിയായിരുന്നു. അതായത് ഒരു വർഷം 1 കോടിയിലേറെ ആളുകൾ വന്നു പോകുന്ന നെടുമ്പാശ്ശേരി വിമാനത്തിൽ ആദ്യമായി ഇറങ്ങി ചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ആ ഭാഗ്യവാൻ അബ്ദുർ റഊഫ് എന്ന് പറയുന്ന സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇന്നും ചരിത്രത്തിൽ കാണാം. ആദ്യമായി നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ പ്രവാസിയായ മനുഷ്യൻ എന്ന നിലയിൽ ആദ്യമായി ഒരു സ്ഥലത്ത് വന്നിറങ്ങുക, അല്ലെങ്കിൽ ആദ്യമായി ഒരു പ്രസ്ഥാനത്തിൽ ചേരുക, അല്ലെങ്കിൽ ആദ്യമായി ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് എപ്പോഴും ചരിത്രത്തിൽ ഒരു സ്ഥാനമുണ്ടാവും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ചരിത്രത്തിൽ ഇത്രയധികം സ്ഥാനം കിട്ടാനുള്ള കാരണം ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെക്കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ ആയിരുന്നു. മറ്റുള്ളവരെല്ലാം ഇസ്ലാമിന്റെ വിഷയത്തിൽ ആലോചിച്ചു നിന്നപ്പോൾ പ്രവാചകനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ഇസ്ലാം പുൽകുകയും ചെയ്തത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നത് അബൂബക്കർ ആയതുപോലെ പല നന്മയായ വിഷയങ്ങളിലും ആദ്യം കടന്നു വന്നതും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഇസ്ലാമിന്റെ സുപ്രധാനമായ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ച മഹാനാണ് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്നുള്ളത് ഇസ്ലാമിന്റെ വളർച്ചയിൽ, ദീനിന്റെ വളർച്ചയിൽ ധാരാളമായി സമ്പത്ത് ചെലവഴിച്ചു എന്നുള്ളതാണ്. വിശ്വാസികളും അവിശ്വാസികളും സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. വിശ്വാസികൾ സമ്പത്ത് ചെലവഴിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവിശ്വാസികൾ സമ്പത്ത് ചെലവഴിക്കുന്നത് ദീനിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് തടയുന്നതിന് വേണ്ടിയാണ്. ഇത് രണ്ടും വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊരു മത്സരം നടന്നു. എന്താണ് ആ മത്സരം? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആരാണ് ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുന്നത് എന്നുള്ള മത്സരം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. ആ പ്രഖ്യാപനം നടക്കുമ്പോൾ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നില്ല. ആ സദസ്സിലുണ്ടായിരുന്ന പ്രമുഖനായ സഹാബി ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ പകുതി പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലേ, ഇതെന്റെ സമ്പത്തിന്റെ പകുതിയാണ്, ഇത് മുഴുവനും ഞാൻ ഇതാ ദീനിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ അപ്പോൾ ഒരു നിയ്യത്തുണ്ട്, ഈ നന്മയായ വിഷയത്തിൽ അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം അതാണ്, നന്മയായ വിഷയങ്ങളിൽ മറ്റുള്ളവരെ തോൽപ്പിക്കണം. അത് നല്ല ഒരു വാശിയാണ്, നല്ല ഒരു മാത്സര്യബോധമാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സമ്പത്ത് പകുതി കൊണ്ടുവന്നു. ബാക്കിയുള്ള സഹാബാക്കൾ അവർക്ക് കഴിയുന്ന രീതിയിൽ ചെലവഴിച്ചു. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു തആല കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കറിനോട് പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിന്റെ കയ്യിൽ എന്താണുള്ളത്?
ഉടനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹിന്റെ റസൂലേ, എന്റെ സമ്പത്ത് മുഴുവനും ഞാനിതാ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല ആത്മഗതം ചെയ്തു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, പടച്ചവനെ, അബൂബക്കറിനെ പരാജയപ്പെടുത്തണമെന്നായിരുന്നു എന്റെ നിയത്ത്. പക്ഷേ ഈ സമയത്തും അബൂബക്കർ എന്നെ പരാജയപ്പെടുത്തിയല്ലോ. എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ ദീനിന് വേണ്ടി മാറ്റിവെച്ചപ്പോ അബൂബക്കർ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി നൽകി എന്നെ പരാജയപ്പെടുത്തിയല്ലോ. അള്ളാഹിന്റെ റസൂൽ അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കറെ, നീ നിന്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത്? നിന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നീ എന്താണ് മാറ്റിവെച്ചിട്ടുള്ളത്? ഉടനെ അബൂബക്കർ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞ, അള്ളാഹിന്റെ റസൂലേ, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത് അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ സഹാബാക്കൾ അവരുടെ രീതി ഇതായിരുന്നു. പലപ്പോഴും ദീനിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ നാം എല്ലാം പിന്നിലാണ്. ആരെങ്കിലും കൈവെക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കൈവെക്കുക. പക്ഷേ മഹാന്മാരായ സഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല. ആദ്യം ആ വിഷയത്തിൽ കൈ ഉയർത്താനും ആ വിഷയത്തിൽ തങ്ങളുടേതായ നിലപാടുകൾ പറയാനും അവർ മുൻകടന്നു വന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒന്നാമത്തെ ഗുണം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗുണം എന്നുള്ളത് പ്രവാചകനോടുള്ള അതിയായ സ്നേഹം, അതിയായ കൂറ്. ആ കൂറിന്റെ പേരിലാണ് പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുമ്പോ ആരുമില്ലാതിരുന്ന സന്ദർഭത്തിൽ അബൂബക്കർ കൂടെ കൂടിയത്. അള്ളാഹുവിന്റെ റസൂൽ ആ യാത്രയ്ക്ക് പുറപ്പെടുന്നതിന്റെ തലേന്ന് സഹാബാക്കളോട് പറഞ്ഞു, സഹാബത്തെ, നാളെ ഞാൻ ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. പക്ഷെ എന്റെ കൂടെ ആര് വരണമെന്നുള്ള തീരുമാനം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. സഹാബാക്കളെല്ലാം അതിയായി കൊതിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ തിരഞ്ഞെടുക്കുമെന്ന് സഹാബാക്കൾ ആഗ്രഹിച്ചു. പ്രവാചകന്റെ പ്രഖ്യാപനം വന്നു, എന്റെ കൂടെ യാത്രയ്ക്ക് വേണ്ടി വരാൻ അള്ളാഹു അനുമതി നൽകിയത് അബൂബക്കറിനായിരുന്നു. ഈ അനുമതി അദ്ദേഹത്തിന് നൽകപ്പെടാനുള്ള കാരണം പ്രവാചകനോടുള്ള അതിയായ സ്നേഹവും അതിയായ കൂറുമായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. രണ്ടാമത്തെ ഗുണം ഇതാണ്. മൂന്നാമത്തെ ഗുണം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തമായ നിലപാടാണ്. ദീനിയായ വിഷയങ്ങളിൽ എന്ത് പ്രതിസന്ധി കടന്നു വന്നാലും ദീൻ വിട്ടുകൊണ്ടുള്ള ഒരു കളി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ദീനിന്റെ വിഷയത്തിൽ നാം ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാറുണ്ട്. ദീനല്ലേ, അതിൽ ഇച്ചിരി ഇളവൊക്കെ നൽകാം, അതിൽ ഇച്ചിരി അയവൊക്കെ വരുത്താം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒരാൾക്കൂട്ടത്തിനെതിരെ ദീനിയായ നിലപാട് പ്രഖ്യാപിക്കുന്നതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ച വരുത്തിയിരുന്നില്ല എന്നാണ്. ഇപ്പൊ മൂന്ന് ഗുണങ്ങളാണ് പ്രധാനമായും ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാനുള്ള താല്പര്യം. രണ്ട്, പ്രവാചകനോടുള്ള വല്ലാത്ത സ്നേഹം. മൂന്ന്, ദീനിന്റെ വിഷയത്തിലുള്ള കർശനമായ നിലപാട്. ഈ മൂന്ന് ഗുണങ്ങളും നേടിയെടുക്കാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ. അല്ലാഹു തആല ഈ റമളാൻ കൊണ്ട് ഉന്നതമായ ഗുണങ്ങൾ നേടിയെടുക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.